നമസ്കാരം. ഉത്തരേന്ത്യയും ഹിന്ദി ഹൃദയഭൂമിയും വരുതിയിലാക്കിയ ബി.ജെ.പി. ദക്ഷിണേന്ത്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലും കാലുറപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് 3 യാത്രകൾ നടത്തി. ദക്ഷിണേന്ത്യയ്ക്കായുള്ള ബി.ജെ.പി. പദ്ധതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം അത്ര മോശമല്ലെന്നാണ് അറിയുന്നത്. കേരളത്തിൽ ഒരിക്കലും ഒരു പാർലമെൻറ്റ് സീറ്റ് നേടാനായിട്ടില്ലെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വിഹിതത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച 4 ലോക്സഭാ സീറ്റുകൾക്കാണ് ഇത്തവണ മുൻഗണന നൽകുന്നതെന്നാണ് വിവരം. പ്രധാനമന്ത്രി മോദിയുടെ സമീപകാല സന്ദർശനത്തെ തുടർന്ന് ജനുവരി 3-ന് തൃശൂരിൽ റോഡ് ഷോയും വനിതാ റാലിയും നടത്തിയതോടെ സംസ്ഥാനത്ത് ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. കേന്ദ്ര പദ്ധതികൾ മുന്നിൽ വെച്ച് സംസ്ഥാനത്തുടനീളം റാലികളും യോഗങ്ങളും നടത്താൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായി പാർട്ടി വിശദമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലെ 4 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. 2009, 2014, 2019 വർഷങ്ങളിൽ വിജയിച്ച് തുടർച്ചയായി 4-ാം തവണയും മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ ശശി തരൂർ പ്രതിനിധീകരിക്കുന്ന തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മോദി മാജിക് കളിക്കാനാണ് പാർട്ടി പദ്ധതിയിടുന്നത്. 2009-ൽ പി.കെ. കൃഷ്ണദാസ് 11.40% വോട്ട് നേടിയ മണ്ഡലത്തിൽ 2014-ൽ ഒ. രാജഗോപാൽ 32.32% വോട്ടുകൾ നേടിയതോടെ ബി.ജെ.പി. ശക്തമായ എതിരാളിയായി ഉയർന്നു വന്നിരുന്നു. 2019-ൽ കുമ്മനം രാജശേഖരന് 31.30% വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂവെങ്കിലും ഈ മേഖലയിൽ ബി.ജെ.പി. ശക്തമായ എതിരാളിയായി തുടരുകയാണ്. 2009-ലെ തെരഞ്ഞെടുപ്പിൽ തരൂരിൻ്റെ 44.29% വോട്ട് വിഹിതം 2014-ൽ 34.09%-മായി കുറഞ്ഞെങ്കിലും 2019-ൽ 41.19%-മായി വീണ്ടും ഉയർത്തിയിരുന്നു. ഇക്കുറി തിരുവനന്തപുരത്ത് മുതിർന്ന സ്ഥാനാർത്ഥിയെയാണ് ബി.ജെ.പി. മത്സരിപ്പിക്കുന്നത്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തിരുവനന്തപുരത്ത് ഇടയ്ക്കിടെ വന്ന് 2024-ലെ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തെ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടുന്നത് അവരുടെ പ്ലാൻ 2024-ൻ്റെ ഭാഗമാണെന്ന് വ്യക്തമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പവിത്രമായ ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനുള്ള ഭാഗിക വിലക്ക് റദ്ദാക്കിയ കോടതി ഉത്തരവിനെ പിന്തുണച്ച് സ്ത്രീകൾ രംഗത്തെത്തിയതോടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ബി.ജെ.പിയുടെ ശ്രദ്ധ നേടിയത്. കഴിഞ്ഞ 3 തവണയായി കോൺഗ്രസിലെ ആന്റോ ആന്റണിയാണ് മണ്ഡലം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ആന്റോ ആന്റണിയുടെ വോട്ട് വിഹിതം 2009-ൽ 51.21%-മായിരുന്നെങ്കിലും 2014-ൽ 41.19%-മായും 2019-ൽ 37.11%-മായും കുറഞ്ഞു. ബി.ജെ.പിയുടെ വോട്ട് വിഹിതം താരതമ്യം ചെയ്യുമ്പോൾ 7.06%-ൽ നിന്ന് 15.95%-മായും 2019-ൽ 28.97%-മായും വർദ്ധിച്ചിരുന്നു. 2019-ൽ ശബരിമല സമരത്തിന് നേതൃത്വം നൽകിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനെ രംഗത്തിറക്കിയിരുന്നുവെങ്കിലും സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞില്ല. തൃശൂർ കഴിഞ്ഞാൽ പത്തനംതിട്ട ക്രിസ്ത്യാനികൾക്ക് നിർണായക സാന്നിധ്യമുള്ള മണ്ഡലമാണ്. ഇവിടെ 35% ക്രിസ്ത്യൻ വോട്ടുണ്ട്. അവരിൽ തന്നെ വലിയൊരു വിഭാഗം കത്തോലിക്കരല്ല. കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ 58% ഹിന്ദു വോട്ടർമാരുണ്ട്. അതിൽ 20% ഉയർന്ന ജാതിയായ നായർ സമുദായക്കാരാണ്. കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തോടുള്ള ക്രൈസ്തവരുടെ കൂറ് മാറിയതോടെയാണ് ക്രൈസ്തവരിലേക്ക് ബി.ജെ.പി. എത്തുന്നത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ 7 സീറ്റുകളിലും CPM വിജയിച്ചിരുന്നു. ക്രിസ്ത്യൻ വോട്ട് CPMന് അനുകൂലമായി വീണതാണ് പത്തനംതിട്ട LDF തൂത്തുവാരാൻ കാരണം എന്നാണ് ബി.ജെ.പി. വിലയിരുത്തുന്നത്. മുൻകാലങ്ങളിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമെതിരെ ബി.ജെ.പി. കടന്നുകയറി കളിച്ച 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തുടർച്ചയായി 2-ാം തവണയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 28.2% വോട്ട് ഷെയർ നേടിയ നടനും രാഷ്ട്രീയക്കാരനുമായ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയാണ് ബി.ജെ.പി. അന്ന് വൻ കുതിപ്പ് നടത്തിയത്. 2014-ൽ കെ.പി. ശ്രീശൻ നേടിയ 11.15% വോട്ടിൽ നിന്ന് പാർട്ടിയുടെ വമ്പിച്ച കുതിപ്പായിരുന്നു 2019-ൽ കണ്ടത്. അതുകൊണ്ട് ഈ മേഖലയിൽ തൻ്റെ സാന്നിധ്യം ശക്തമാക്കാൻ കഴിഞ്ഞ സുരേഷ് ഗോപിയെ തന്നെ ബി.ജെ.പി. വീണ്ടും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഡീലിമിറ്റേഷൻ നടത്തി ഇരിങ്ങാലക്കുടയെ ഉൾപ്പെടുത്തിയതോടെ 35% ക്രിസ്ത്യൻ വോട്ടർമാരുള്ള തൃശ്ശൂരിനെ ഇടതുപക്ഷ കോട്ടയായാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 93,633 വോട്ടുകൾക്ക് എന്നുവെച്ചാൽ 39.8% വോട്ടുകൾക്ക് സ്ഥാനാർത്ഥി TN പ്രതാപൻ തൻ്റെ തൊട്ടടുത്ത എതിരാളിയായ രാജാജി മാത്യു തോമസിനെ പരാജയപ്പെടുത്തിയതിനെ തുടർന്നാണ് കോൺഗ്രസ് ഇവിടെ വിജയിച്ചത്. CPI സ്ഥാനാർത്ഥിയായ രാജാജി തോമസ് 3,21,456 വോട്ടുകളും
30.9% നേടിയത്. തൻ്റെ അവസാന സന്ദർശനത്തിൽ ഇടത് കോൺഗ്രസ് സർക്കാരുകൾ ചേർന്ന് ആരാധനാലയങ്ങൾ കൊള്ളയടിച്ചു എന്നാരോപിച്ച് സംസ്ഥാന സർക്കാർ നടത്തുന്ന തൃശ്ശൂരിലെ ക്ഷേത്രങ്ങളുടെ പ്രശ്നങ്ങളും പ്രധാനമന്ത്രി മോദി ഉയർത്തിക്കാട്ടി. ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകിക്കൊണ്ട് അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിലെ മതമേലധ്യക്ഷന്മാരെയും സമീപിച്ചു. സിറോ മലബാർ കത്തോലിക്ക സഭാ തലവൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി, സിറോ മലങ്കര കത്തോലിക്ക സഭാ തലവൻ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തലവൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ, യാക്കോബായ സഭയുടെ മെത്രാപ്പോലിത്ത ജോസഫ് എന്നിവരുൾപ്പെടെ 8 ഉന്നത സഭാവൈദികരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം ജില്ലയിലെ പരമ്പരാഗത ഇടതുപക്ഷ ശക്തി കേന്ദ്രമായ ആറ്റിങ്ങലിലും BJP ഇത്തവണ നോട്ടമിടുന്നുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് വിജയിച്ചതോടെയാണ് സീറ്റ് കോൺഗ്രസിന്റെ കയ്യിലെത്തിയത്. 5 വർഷം മുമ്പ് BJP നേടിയ 10.6% നിന്ന് 24.18% വോട്ട് നേടിയ BJPയുടെ ശോഭാ സുരേന്ദ്രനെയാണ് BJP അന്ന് രംഗത്തിറക്കിയിരുന്നത്. 2014 CPM സ്ഥാനാർത്ഥി എ സമ്പത്ത് 45.67% വോട്ട് നേടിയപ്പോൾ കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണയ്ക്ക് 37.6% വോട്ടും BJPയുടെ S ഗിരിജകുമാരിക്ക് 6.59% വോട്ടും മാത്രമാണ് നേടാൻ കഴിഞ്ഞിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച BJP ആറ്റിങ്ങലിൽ V മുരളീധരനെ മത്സരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിവിധ യോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ RSSും BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വവും പിന്തുണച്ചിരുന്നു. പാർട്ടി ഘടനയെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലുള്ള പേജ് കമ്മിറ്റി തലത്തിലേക്ക് കൊണ്ടുപോവുകയും കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി ചർച്ചകൾ നടത്തുകയും കൂടുതൽ പിന്തുണ നേടുകയും ചെയ്യുക എന്ന തന്ത്രമാണ് BJP സംഘടനാ തലത്തിൽ പയറ്റാനൊരുങ്ങുന്നത്. വടക്കുനിന്ന് എത്ര കിട്ടിയാലും തെക്കുനിന്ന്, അതും കേരളത്തിൽ നിന്ന് ഒന്ന് കിട്ടിയാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം പല മാനങ്ങളുള്ള ബമ്പറാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ വടക്കൻ പരിപ്പ് കേരള അടുപ്പിൽ വേവുമോ എന്ന് കണ്ടറിയാം.